ഹലോ നമസ്കാരം, എല്ലാ കുട്ടികൾക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു എളുപ്പമുള്ള റെസിപ്പി ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് വഴുതനങ്ങ കൊണ്ട് ഒരു കറി ഉണ്ടാക്കാം. വളരെ പെട്ടെന്ന് തന്നെ തീരും, നല്ല ഈസിയാണ്, ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കാം. ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് വളരെ വലുപ്പമുള്ള നീളത്തിലുള്ളതാണ്, അതാണ് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത്. നമുക്ക് ചെറിയ വഴുതനങ്ങയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഇതിനെ ഞാൻ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്കത്. കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട്, ഇത്തിരി മുളക് പൊടി എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ് മിക്സ് ചെയ്യുന്നുണ്ട്. തീ നുറുക്കി വെച്ച വഴുതനങ്ങ ഇതുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പരട്ടി കൊടുക്കുന്നുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഈ പുരട്ടി വെച്ച വഴുതനങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമുക്കിതിനെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഇത് മാറ്റിയെടുക്കാണ്. ഞാൻ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ ആണ്. ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാം. ഞാൻ വഴുതനങ്ങ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു. ആ സെയിം ഓയിലിൽ തന്നെ കുറച്ച് നല്ല ജീരകം ഇട്ടിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ. ഇത് കുറച്ച് കടുകും നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത്തിരി കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, ഇനി കുറച്ച് ഗാർലിക് പേസ്റ്റ്. നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഒരു സവാള ചെറുതായി അരിഞ്ഞതിലിടുന്നുണ്ട്. ഈ സവാളനെ ലൈറ്റ് ബ്രൗൺ വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം ഇപ്പോൾ. അപ്പോൾ സവാള പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. ഉപ്പ് നോക്കിയിട്ടാൽ മതി, കാരണം നേരത്തെ നമ്മൾ വഴുതനങ്ങയിൽ കുറച്ച് ഉപ്പ് പരട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാണ്. ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ ഇത്തിരി മല്ലിപ്പൊടി, കുറച്ച് ഒരു 1/2 കുഞ്ഞ് ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. അതിഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടണ്ട. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറണം. അപ്പോൾ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനിനി ചെയ്യാൻ പോകുന്നത് ഒരു തക്കാളി ഇതിനെ ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയുടെ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്താണ്. അതല്ലാന്നുണ്ടെങ്കിൽ തക്കാളി കുഞ്ഞിതാക്കി അരിഞ്ഞാലും മതി. അപ്പോൾ പെട്ടെന്ന് ഇതിലേക്ക് അലിഞ്ഞ് കിട്ടും നമുക്ക്. അപ്പോൾ തക്കാളി പേസ്റ്റിലിട്ട് നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റിൽ കിടന്നിങ്ങനെ വഴറ്റിയെടുക്കാം. എന്നിട്ട് ഈ തക്കാളിയുടെ ഒരു പച്ചച്ചുവ ഉണ്ടല്ലോ, അതൊക്കെ മാറുമ്പോൾ നമുക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ച വഴുതനങ്ങയിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ തക്കാളി പേസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ വഴുതനങ്ങയിൽ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഈ മസാല ഇതൊക്കെ ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു കുറച്ച് നേരം വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് അടച്ചു വെച്ചിരുന്നു ഒരു 3-4 മിനിറ്റ്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ആയി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് വഴുതനങ്ങ പെട്ടെന്ന് വേവും. ഒന്ന് ആവി കയറുമ്പോഴേക്കും അത് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റി റെസിപ്പിയാണത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല കിടിലൻ ഒരു കറിയാണത്. അപ്പം നമുക്കിതിനെ തീ ഓഫ് ചെയ്യാം, എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ടേസ്റ്റി വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അടുത്തൊരു കിടിലൻ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.